ശ്രീ എ സജീവൻ, കേരളത്തിൽ കേരളത്തിൻ്റെ കേരള മനസ്സറിയാവുന്ന ആരും പെരുമാറാത്ത രീതിയിലാണ് കോൺഗ്രസിൻ്റെ പെരുമാറ്റം എന്നാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ അതേ മനസ്സ് തന്നെയാണ് കോൺഗ്രസിനും കേരളത്തിൻ്റെ കാര്യത്തിൽ എന്ന് മുഖ്യമന്ത്രിയും സി പി എമ്മും ഇടതുമുന്നണിയും നവകേരള സദസ്സും അതിൽ പങ്കെടുക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുമൊക്കെ തുടക്കത്തിൽ പലരും ഒന്ന് അറച്ചു നിന്നെങ്കിലും ഇന്നിപ്പോൾ 28-ാം ദിവസമൊക്കെ ആയപ്പോഴേക്കും പലരും തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിഷ്പക്ഷർ എന്ന് പറയുന്നവർ പോലും എന്ന് വരുന്നത് രാഷ്ട്രീയമായി നവകേരള സദസ്സ് ഈ തിരുവനന്തപുരത്തേക്ക് അടുക്കുമ്പോഴേക്കും പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ വിജയം ഇടതുമുന്നണിക്ക്, സി പി എമ്മിന്, കേരള സർക്കാരിന് കിട്ടുന്നു. പിണറായി വിജയൻ്റെ ആത്മവിശ്വാസം അതാണ് തെളിയിക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇനിയും മനസ്സിലാക്കേണ്ടേ ഇക്കാര്യം? ഇല്ല, കോൺഗ്രസ്സുകാർ കേരളത്തിലെ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദേശീയ തലത്തിൽ രണ്ട് വിഷയങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കോൺഗ്രസ്സുകാർ നമ്മളെല്ലാ ആളുകളും കാണേണ്ടത്. ദേശീയ തലത്തിൽ നോക്കൂ, ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാർ വേണം എന്നുള്ളത്. അതായത് ബി ജെ പി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഭരിച്ചാൽ മാത്രമേ ആ സംസ്ഥാനത്തിന് വലിയ വികസനം ഉണ്ടാകൂ എന്നാണ് ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള നരേന്ദ്രമോദിയും അമിത്ഷായും തൊട്ട് താഴെ തട്ടിലുള്ള ആളുകൾ വരെ പ്രചരണത്തിൽ ശക്തമായിട്ട് ഉന്നയിച്ചത്. കാരണം മറ്റേതെങ്കിലും ഒരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വികസനം വികസനത്തിലുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേ പാർട്ടി ഭരിക്കണം, അത് ബി ജെ പി ആയിരിക്കണം എന്നാണ് അവർ മുദ്രാവാക്യം മുഴക്കിയത്. അത് അവർ നേടിയെടുത്തു. അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അതിനെ ചെറുക്കാൻ ബി ജെ പിയെ ഈ 5 സംസ്ഥാനങ്ങളിൽ പലതിലും, തെലങ്കാനയുടെ കാര്യം മാറ്റി വെക്കുക, തെലങ്കാനയിൽ ബി ജെ പിക്ക് അധികാരത്തിലേറാൻ പറ്റിയില്ല. എന്തായാലും 3 സംസ്ഥാനങ്ങളിൽ അവരെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ. അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കൂടി നോക്കേണ്ടേ? ഇത്തരമൊരു അവസ്ഥയിൽ എല്ലാവരെയും കൂട്ടുപിടിക്കുക, ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും തങ്ങൾക്ക് അത്ര തൃപ്തിയില്ലാത്ത ആളുകളാണെങ്കിലും അത്തരക്കാരെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് പോരാട്ടത്തിന് ഒരുങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം പറഞ്ഞുള്ളത് SP അഖിലേഷ് യാദവ്. സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളെ താഴ്ന്നില്ലേ? എല്ലാ പാർട്ടികളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുത്ത ഈ സ്ഥലങ്ങളിലൊന്നും കാര്യമായിട്ട് മത്സരരംഗത്ത് ഇല്ലാത്ത നിതീഷ് കുമാർ പോലും പറഞ്ഞു കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് പോവുക എന്ന്. കാരണം ഇത്തരം ബി ജെ പിയെ എതിർക്കാനുള്ള ഘട്ടത്തിൽ എല്ലാവരെയും 10 വോട്ടെങ്കിൽ 10 വോട്ട് കിട്ടാൻ പറഞ്ഞു. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ കാര്യം, ഇപ്പൊ സി പി എമ്മിന് ഈ സ്ഥലങ്ങളിലൊന്നും ഒരു വേരോട്ടവുമില്ല, 10 വോട്ട് ഉണ്ടാകുമോ? ആ 10 വോട്ട് കൂടി കിട്ടിയാൽ അഖിലേഷ് യാദവിനെ പോലുള്ള ഒരാളുടെ പാർട്ടിക്ക് SP അവിടെ കുറച്ച് വോട്ടുണ്ടല്ലോ, അതുകൂടി കിട്ടിയാൽ ജയിക്കുമായിരുന്നില്ലേ? ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള കണക്കനുസരിച്ചിട്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഈ പരാജയത്തിന്റെ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഈ ബാക്കി പ്രതിപക്ഷ വോട്ടുകൾ കൂടി ചേർന്നിരുന്നുവെങ്കിൽ ബി ജെ പി താഴെ പോകുമായിരുന്നു. ഈ യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിന് മുമ്പേ മനസ്സിലാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് മറ്റു നേതാക്കന്മാരൊക്കെ വിമർശിച്ചല്ലോ. ഇതാണ് നോക്കേണ്ടത്. ഇവിടെ ഇതേ ഇരട്ട എഞ്ചിൻ വാദമാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ബി ജെ പി ഉന്നയിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആ ഇരട്ട എഞ്ചിൻ പകരം ഇപ്പോൾ തന്നെ അറിയാലോ, നിങ്ങളത് കണ്ടില്ലേ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ച LDF സർക്കാർ ഉണ്ടായിട്ട് ഇവിടെ എന്ത് വികസനം ഉണ്ടായി? കേന്ദ്രത്തിന്റെ പിന്തുണ പോലും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ വിചാരിക്കുക എന്നാൽ ശരിയാണ്, അവരവിടെ ഭരിക്കുന്ന പോലെ ഇവിടെയും ഭരിച്ചാൽ ഇനി ഇവിടെ തേനും പാലും ഒഴുകുമല്ലോ എന്നുള്ള ധാരണ അവർക്കുണ്ടാകും. അങ്ങനെ ഒരു ധാരണ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ അതിന് വളം വെച്ച് കൊടുക്കരുത്, അതാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾക്കത് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടണം. ഇവിടെ ഇപ്പോൾ പോലെ ഈ അവസാനം സേനാപതി വേണു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ എം പിമാർ അവിടെ പോയിട്ട് നിർമ്മലാ സീതാരാമനെ കണ്ട് പിറ്റേ ദിവസം കണ്ടില്ലേ പണം ഒഴുകിയിരിക്കുന്നു. ഇതാണ് കാര്യം.
ഈ MP മാർ പോകുന്നതിന് മുമ്പായിട്ട് അവർ എഴുതിയ നിവേദനത്തിൽ എന്തെല്ലാമാണ്, എങ്ങനത്തെ അതിന്റെ ഭാഷ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വായിച്ച പത്രങ്ങളിലെ വാക്കുകൾ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ധനസ്ഥിതിയിൽ സഹായം തേടിക്കൊണ്ട്, കേന്ദ്രത്തിന്റെ സഹായം തേടിക്കൊണ്ട് UDF MP മാർ പോകുന്നതാണ്. അതായത് കേന്ദ്രത്തിനോട് കാപ്പാത്തുങ്കോ എന്ന് പറയുന്ന രൂപത്തിലേക്ക് പോകുന്നു. അപ്പൊ തരുന്ന കുറച്ച് കാശ് ഇങ്ങനെ വേണ്ട, അത് തരികയില്ല. നിങ്ങൾ വേണേ കട എടുത്തോ, തരാനുള്ള പൈസ ഇപ്പൊ തരില്ല, അത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഈ ഒരു നിലപാടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീരില്ലല്ലോ. നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയില് അതിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന തരത്തിൽ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള അധികാരത്തിൽ കേന്ദ്രം ഇടപെടുന്നു, അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കുമ്പോൾ അത് UDF ആയാലും LDF ആയാലും ഏത് സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ, ഇവിടെ കേരളം മാത്രമല്ല, നമ്മൾ നോക്കേണ്ട കർണാടകയാണ്, നമ്മൾ നോക്കേണ്ട തമിഴ്നാടാണ്, നമ്മൾ പശ്ചിമ ബംഗാൾ നോക്കണം, ഇനി തെലുങ്കാന നോക്കണം. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരും. കേന്ദ്രത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് തങ്ങൾ ഭരിക്കാത്ത സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുക. അങ്ങനെ ആകുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെയൊക്കെ പറയാലോ, ഞങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ സഹായം ചെയ്തു തരും എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. ശ്രീ സജീവൻ, ഈ കേരളം സ്വന്തമായി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഈ നികുതി വരുമാനത്തിൽ വലിയ വർധനവ് കഴിഞ്ഞ വർഷത്തിൽ ഒക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ കണക്ക് വെച്ച് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കേരളത്തിൻ്റെ വളർച്ച 8% വർദ്ധിച്ചിട്ടുണ്ട്, ആഭ്യന്തര ഉൽപാദനം ഇരട്ടിയായിട്ടുണ്ട്. ഇതൊക്കെ കേരളം ഇതിനിടയിൽ ഈ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നതിനിടയിലാണ് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് കണക്കുകൾ വെച്ച് ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ശ്രീ സജീവൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സാമ്പത്തികമായി കേന്ദ്രം വല്ലാതെ കഷ്ടപ്പെടുത്തുമ്പോഴും അതിനെ ഒന്നിച്ചു നിന്ന് നേരിട്ട് ചോദിച്ചു വാങ്ങാൻ, സമ്മർദ്ദപ്പെടുത്താൻ കേന്ദ്രത്തിനോട് പറയാൻ UDF MP മാർക്കൊരു വിമുഖത, CPM-നോട് ചേർന്ന് നിൽക്കില്ല എന്ന് VD സതീശനെ പോലുള്ളവർ കുഞ്ഞാലിക്കുട്ടി പറയുന്നതിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നു എന്നത് ഒരു ഭാഗത്ത്. രണ്ടാമതാണിത് KT കുഞ്ഞിക്കണ്ണനൊക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ അതിൻ്റെ മറ്റൊരു മുഖം മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റുവാങ്ങേണ്ടി വന്നതൊക്കെ താങ്കൾ ഇവിടെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? VD സതീശനും KPCCയുടെ അധ്യക്ഷനുമൊക്കെ കെ സുധാകരനും ഒക്കെ കൂടി നയിക്കുന്ന കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു പടി മുന്നിൽ ഞങ്ങളാണ് BJP-യേക്കാൾ. കേന്ദ്രത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയും. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് KT കുഞ്ഞിക്കണ്ണൻ പറയും. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നവകേരള സദസ്സോടു കൂടിയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക വരുന്ന മാസങ്ങളിൽ ശ്രീ സജീവൻ? തീർച്ചയായിട്ടും ജനങ്ങളത് വിലയിരുത്തുമല്ലോ. ഇപ്പൊ ഇവിടെ ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വഷളാണ്. അതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക വൈകല്യമുള്ള നയങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ ഇത് വരുത്തി തീർക്കാനാണ് നമ്മുടെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഗവർണർ മാത്രം അല്ല, അത് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് വളം വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് വലിയ തിരിച്ചടിയായിട്ട് മാറും. BJPക്ക് നമ്മൾ വിത്ത് വിതയ്ക്കാനുള്ള വളക്കൂറുണ്ടായി കൊടുക്കുകയാണ്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അവർ താങ്കൾ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇന്ന് ഒരു രാഹുൽ മാങ്കൂട്ടത്തില് ഗവർണർ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചിരി തോന്നി. കാരണം ഞങ്ങൾ UDF-ന്റെ ആളുകളെ സെനറ്റിലേക്ക് തെരഞ്ഞെടുത്തത് അത് അവരുടെ കഴിവ് കൊണ്ടാണ് ഗവർണറിന്. എനിക്കറിയാം കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിൽ എത്ര കഴിവുള്ള ആളുകളെ മാറ്റിവെച്ചിട്ടാണ് ഈ ബാക്കിയുള്ള ആളുകൾ വെച്ചിട്ടുള്ളതെന്ന് കാര്യം ലിസ്റ്റ് രണ്ട് നമുക്ക് അറിയാവുന്നതാണല്ലോ. അല്ല, എന്ത് കഴിവാണെന്ന് രാഹുൽ ഉദ്ദേശിച്ചതെന്നുള്ളത് താങ്കൾക്ക് മനസ്സിലായോ? ഈ പറഞ്ഞ കഴിവെന്നുള്ളത് അത് മാത്രം മനസ്സിലായില്ല. അല്ല, ഈ ന്യായീകരിക്കുന്ന ആളുകൾക്ക് കേരള സർവകലാശാലയില് മുഴുവൻ BJP-ക്കാരെയും വെച്ചപ്പോൾ അതിനെയും ന്യായീകരിക്കേണ്ട അവസ്ഥ വരികയല്ലേ? അപ്പൊ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഗവർണർ നടത്തുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോഴും അതെല്ലാം ന്യായീകരിക്കുക, ഇവിടെ സാമ്പത്തികമായിട്ട് വലിയ ഉഴപ്പാണെന്ന് വരുത്തുക. നേരത്തെ KT പറഞ്ഞ പോലെ
ശബരിമല പ്രശ്നത്തില് ഈ ഉണ്ടായത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ പിന്നാലെ പോലീസുകാർ പോയതുകൊണ്ടാണോ? കേരളത്തിൽ അത്ര ഈ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ് അതിന് പോയിട്ടുള്ള നമ്മുടെ കോഴിക്കോട്ട് കൂടിയാണല്ലോ. അത് നേരിട്ട് കണ്ട ആളുകളിൽ ഒരാളാണല്ലോ ഞാൻ. അപ്പോ അതൊക്കെ ഇങ്ങനെ വരുത്തുമ്പോ അത് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇത് മതി. ബി ജെ പിക്കാർക്ക് വലിയ ആഹ്ലാദമായി തീരുന്ന രീതിയിലേക്ക് പ്രതികരിക്കുന്നു. അത് പ്രതികരിക്കാതിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നയത്തെ ഞാൻ തീർച്ചയായിട്ടും എൽ ഡി എഫിന് സഹായിക്കണം എന്നൊന്നുമില്ല. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടുണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ സജീവൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യം.